അമ്മേ നാരായണ, ദേവി നാരായണ. പാലപ്പുറം ചിനക്കത്തൂർക്കാവ് കൂത്തുതാലപ്പലയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലെ ആഘോഷ പരിപാടികൾ ഞങ്ങൾ ചിത്രീകരിച്ച 9-ാം ഭാഗം ഭക്തർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. കാണുക. ഈ ഭാഗത്ത് ചില നൃത്തപരിപാടികളും ഗായകൻ ജി വേണുഗോപാലിനെ ആദരിക്കുന്ന ചില ചടങ്ങുകളും നിങ്ങൾക്ക് കാണാം. ഹരി ഓം. സ്നേഹലാളനം നീന്തും സാഗരം ഉണരുമേ ഗാനം ഒരുണന്നുള്ളം നിമ്മടിമേലെ തലചാച്ചു നിമ്മടിമേലെ തലചാച്ചു കൊതിയുള്ള ഉണ്ണീത ചാരേ കൈ നിറയെ വെണ്ണതര കവിളിലൊരു മതര കണ്ണൻ കവിളിലൊരു മതര ഒന്നിനെ മാത്രം തേടി വന്നുകൊണ്ടോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുമ്പിൽ ആടുവതും രാഗം നീ കേടുവതും രാഗം ദേവനുമനുരാഗിയ അന്തരത്തായി ഒന്നാം രാഗം താഴെ ഒന്നിനെ മാത്രം തേടി വന്നുകൊണ്ടോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുമ്പിൽ ആടുവതും രാഗം കേടുവതും രാഗം ദേവനുമനുരാഗിയ ആദരവും സ്നേഹവും നിറഞ്ഞ ചെങ്കത്തൂർ നിവാസികളെ, കലാസ്നേഹികളെ, ഭക്തജനങ്ങളെ, എൻ്റെ ഭാര്യയുടെ വീട് ഇവിടുന്നൊരു കഷ്ടി ഒരു 4-5 കിലോമീറ്ററേ ഉള്ളൂ. പത്തിരിപ്പാല പേരൂർ എന്ന് പറയും. അതുകൊണ്ട് പാലക്കാടിൻ്റെ മകനല്ലെങ്കിലും ഞാനാണ് പാലക്കാടിൻ്റെ മരുമകനാണ്. ഇതിൻ്റെ ഏറ്റവും അഭിമാനം പുണ്യം പറഞ്ഞ ഈ ഒരു വേളയിൽ ഈ ഒരു മഹാ ആദരം സ്വീകരിക്കുന്നതിന് വളരെയധികം സന്തോഷം, സ്നേഹമുണ്ട്. ഏതാണ്ട് ഒരു 1980 മുതൽ എത്രയോ അമ്പലങ്ങളുണ്ട് പാടിയിരിക്കുന്നത്. എത്രയോ ഒരു കാലത്ത് രാജാക്കന്മാർ ആയിരുന്നു ഇതിൻ്റെ പ്രത്യേകിച്ച് മുഴുവൻ സുമാരകലകൾ മുഴുവൻ. പിൽക്കാലത്ത് അത് അമ്പലങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തുടങ്ങിയ പാട്ടുകാർ തുടങ്ങിയ ഒരു ഇടം അവിടെ തന്നെ വന്ന് ഒരു വലിയൊരു ആദരവായിട്ട് വന്നത്. അങ്ങേറ്റം അഭിമാനവും നന്ദിയും സ്നേഹവും കടപ്പാടും എല്ലാം ഉണ്ട്. ഒരു അവാർഡ് കമ്മിറ്റിയോട് എന്നെ തിരഞ്ഞെടുത്ത ഇതിൻ്റെ ജഡ്ജിങ് കമ്മിറ്റി അംഗങ്ങളോട് എൻ്റെ അതീതമായ നന്ദി ഞാൻ രേഖപ്പെടുത്തട്ടെ. ഇവിടെയുള്ള ശ്രീ പമ്പാവാസ്, അദ്ദേഹം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, മിഡിൽ ഈസ്റ്റിലെ വളരെ പ്രശസ്തനായ ഒരു ബിസിനസ്മാൻ, അതിനോടൊപ്പം സമാസമ മനുഷ്യ സ്നേഹം കൂടെ കൊണ്ടുപോകുന്ന വലിയൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിനോടൊപ്പം ഈ ഒരു അവാർഡ് വാങ്ങുവാൻ സാധിച്ചത് ഏറ്റവും എനിക്ക് അഭിമാനമുണ്ട്. ഇന്ന് ഇവിടെ എന്നെ ഇതിനോടൊക്കെ ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും എന്നെ
ഈ ഒരു അവാർഡ് സംഗീതവേദിയിൽ വേളയിൽ കാണുവാനും കേൾക്കുവാനും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഒരാവർത്തിക്കൂടി ഇത് എൻ്റെ 41ാമത്തെ കരിയർ ഇയറാണ്. സിനിമാ സംഗീതം തുടങ്ങിയിട്ട് ഒരു ചെറിയ മാറ്റം കൊണ്ട് എൻ്റെ മകൻ അരവിന്ദ് ഇപ്പോൾ പാടി തുടങ്ങിയിരിക്കുന്നു. അവൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടക്കക്കാരനാണ്. ഒരു കാലത്ത് ഇന്നും നിങ്ങൾ അന്ന് പോന്നിട്ടുള്ള സ്നേഹാദരവ് ഒരർത്ഥം അവനും കൊടുക്കണം. അമ്മയുടെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും വിനീത നമസ്കാരം. നന്ദി. പ്രിയപ്പെട്ടവരെ, ശ്രീ പമ്പാവാസൻ നായർ അദ്ദേഹം നമ്മളോട് പിന്നൊരു അവസരത്തിൽ സംസാരിക്കുന്നതാണ്. ഇന്ന് അദ്ദേഹത്തിന് സംസാരിക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അടുത്തതായി നമുക്ക് ആശംസ നേരുന്നതിന് വേണ്ടി, ഈ പരിപാടിക്ക് ആശംസ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ മണികണ്ഠൻ അവരെ ക്ഷണിക്കുന്നു. ചിനക്കത്തൂർ ഭഗവതി കലാനിധി പുരസ്കാരം ഏറ്റുവാങ്ങിയ ബഹുമാനപ്പെട്ട വേണുഗോപാൽ സാർ, അതുപോലെ തന്നെ പമ്പ വസൻ സാർ, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ശ്രീ പിച്ചു സാർ, കാളിദാസ വക്കീൽ സാർ, അതുപോലെ തന്നെ മറ്റു വിശിഷ്ട വ്യക്തികളെ, ഇവിടെ എത്തിച്ചേർന്ന ചിനക്കത്തൂർ കലാസ്നേഹിയുടെ, ചിനക്കത്തൂർ ഭഗവതിയുടെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശ്രീ വേണുഗോപാൽ സാർ, ഭാവിയിലും നല്ല ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കമ്മിറ്റി ഭാരവാഹിയായ രാജേഷ് ഗഡത്തിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം എല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ ഗാനമേള തുടരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ഈ ആദരസന്ധ്യയിൽ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ ശ്രീ താലപ്പൊലി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ KPM കൃഷ്ണൻകുട്ടി അവർക്ക് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത, ഇവിടെ ഇന്ന് മുഖ്യാതിഥിയായി പങ്കെടുത്ത ബഹുമാനപ്പെട്ട മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ശ്രീ ബിജു ചന്ദ്രശേഖർ അവർക്ക് താലപ്പൊലി കമ്മിറ്റിയുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ ഇന്നിവിടെ ഈ ആദരം ഏറ്റുവാങ്ങിയ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പിടി ഒട്ടനവധി ഗാനങ്ങൾ പാടിയ, ശബ്ദം നൽകിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ ജി വേണുഗോപാൽ അവർക്ക് ഈ അവസരത്തിൽ താലപ്പൊലി കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനായ, നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇന്നിവിടെ ശ്രീ വനിതാ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശ്രീ പമ്പാവാസൻ നായർ, അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നിവിടെ ഈ സാന്നിധ്യം കൊണ്ട് ഈ വേദി മഹത്തരമാക്കിയ ചിനക്കത്തൂർ ക്ഷേത്രം ട്രസ്റ്റി ശ്രീ തെക്കിനിയടുത്ത് കൃഷ്ണൻ നമ്പൂതിരി അവാർഡുകൾ, അതുപോലെ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ മണികണ്ഠൻ അവാർഡുകൾ, ഏഴുദേശം ബോർഡ് രംഗം കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ 7 ദേശങ്ങളിൽ നിന്നുള്ള കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാർ, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ഇനത്തോടുകൂടി സൗപർണിക നൃത്തകലാകേന്ദ്രം അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ അവസാനിക്കുകയാണ്. ചിനക്കത്തൂർ പൂരത്തിനോടനുബന്ധിച്ച് ശ്രീ ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നൃത്തം അവതരിപ്പിക്കാൻ അവസരമൊരുക്കി തന്ന എല്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും സൗപർണിക നൃത്തകലാകേന്ദ്രത്തിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.
ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ച നല്ലവരായ ഭക്തജനങ്ങൾക്കും വേദിയിലേക്ക് വേണ്ട ശബ്ദം, വെളിച്ചം എന്നിവ നൽകിയവർക്കും സൗപർണികയുടെ അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ അവസാന ഇനം സരസ്വതി. Jum,
ದಿಕ್ಕು ಕೆಳದಾಗ ಬೆರಗಿಡದು ನಾದ ರೋಹಿಣಿಯೇ ನಾದವೇ ಪೋತು ಶ್ರೀ ಸರಸ್ವತಿಯೇ ನಾದ ರೋಹಿಣಿಯೇ ನಾದವೇ ಪೋತು ಶ್ರೀ ಸರಸ್ವತಿಯೇ ಮುನಿವರಿಲ್ கோபம் ஆடியில் அடக்க நதியாய் உருவம் கொண்டவனே முனிவரில் கோபம் ஆடியில் அடக்க சதங்கை போதியோ நீயே பாடு போதியோ செய்தியே ஆயோ நதியில் ஸ்வரமோ நீயே நாத ரூபிணியே வரநாயகியே ஜனநாயகியே பக்த ஸ்வரநாயகியே வரநாயகியே ஜனநாயகியே பக்த ஸ்வரநாயகியே வரநாயகியே ஜனநாயகியே ஸ்ரீராம மகரி சரி சரி கமக ஸ்ரீகம பதனி சரி கம சரி கொண்ட வினை கரம் கொண்ட வாணி எனையாளவாணி பகயனாரிணி பாரதிவா வரதவருதிய நிஜயோகானி சப்த வரநாயகியே வரநாயகியே ஜனநாயகியே சப்த வரநாயகியே
Bye.